കേരളം ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. സംഘപരിവാർ സംഘങ്ങളും CPM-ഉം കളത്തിലിറങ്ങി തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ ഏതു മാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണെന്ന് അറിയില്ല. അല്ലെങ്കിൽ അവരെയും കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് മുൻവിധി ഉണ്ടാകും. കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ നട്ടെല്ലുള്ള ആരെങ്കിലും ഉണ്ടോ? മുതിർന്ന നേതാവായ കെ സുധാകരൻ, യുവാക്കളുടെ രോമാഞ്ചമായ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം തുടങ്ങിയവരെ രംഗത്തിറക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റ് വന്നു കഴിഞ്ഞാലേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് കോൺഗ്രസ് ഇറങ്ങാൻ സാധ്യതയുള്ളൂ. അതിനുമുമ്പ് മുഖ്യമന്ത്രി സ്ഥാനത്തിനും മറ്റു സ്ഥാനങ്ങൾക്കു വേണ്ടി ഒരു പൊട്ടിത്തെറിയും ഉണ്ടാകാം. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുള്ളതുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അധികാരം നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എല്ലാ നേതാക്കളും പെട്ടിയും കിടക്കയും എടുത്തു വീട്ടിൽ പോയിക്കോണം. എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഭരണവിരുദ്ധ വികാരത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത്? ഇത് നിങ്ങളുടെ പരാജയമാണ്. അതിനായി യുവ നേതാക്കളുടെ അഭിപ്രായം തേടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ മുതിർന്ന നേതാക്കൾ ശ്രമിക്കണം. കോൺഗ്രസിലെ ഇപ്പോഴത്തെ ഭരണസമിതിയെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷേ നിങ്ങൾ എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തുടങ്ങിയ പരിപാടിയിലേക്ക് ഇറങ്ങേണ്ടതാണ്. കെ സുധാകരനെ ഇലക്ഷന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നൽകുകയും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനം വരെ നൽകാനും കോൺഗ്രസിലെ അടിത്തട്ടിലുള്ള അനുഭാവികൾക്ക് ആഗ്രഹമുണ്ട്. എന്റെ നേതാവാണ് രാഹുൽ ഗാന്ധി, എന്റെ നേതാവാണ് ഖാർഗെജി. എനിക്കറിയാം, അവരന്ന് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹം അവരുടെ ഭാവവും അവരുടെ തീരുമാനവും എനിക്കറിയാം. ഞാൻ അങ്ങനെ ഒരു വിവരക്കേട് പറയുന്നവനല്ല എന്നറിയാലോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തണം നിങ്ങളത്. പിന്നെന്താ അംഗീകരിക്കണ്ടേ? പാർട്ടി തരുന്ന സാധനം ഏതായാലും എടുക്കുക, പാർട്ടി തരാത്ത സാധനം വിടുക. അതല്ലേ നമ്മളൊരു അച്ചടക്കമുള്ള ഒരു പാർട്ടിക്കാരൻ.